നടൻ സത്യനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഷീല. ജീവിതത്തിൽ ക്യാൻസർ എന്നൊരു വാക്ക് ആദ്യമായി കേൾക്കുന്നത് സത്യൻ മാഷിൽ നിന്നായിരുന്നുവെന്നും അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നുവെന്നും ഷീല പറയുന്നു. ജീവിതത്തിൽ ക്യാൻസർ എന്നൊരു വാക്ക് ആദ്യമായി കേൾക്കുന്നത് സത്യൻ സാറിൽ നിന്നാണ്. അദ്ദേഹത്തിനൊപ്പം ഒരുപാട് പടത്തിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. റിയലിസ്റ്റിക് വേഷങ്ങൾ ചെയ്തത് സത്യൻ മാഷിനൊപ്പമായിരുന്നു. പ്രേമവും യൗവനവും അഭിനയിച്ചത് നസീർ സാറിനൊപ്പവും. ഇവ രണ്ടും കലർന്ന് അഭിനയിച്ചത് മധു സാറിനൊപ്പവും. സത്യൻ സാറിനൊപ്പം അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് അർബുദം പിടിപെട്ടിരുന്നു എന്ന കാര്യം ആർക്കും അറിയില്ലായിരുന്നു. കോടമ്പാക്കത്ത് വെച്ച് ഒരു സീൻ ഷൂട്ട് ചെയ്യുകയാണ്. കുളക്കടവിൽ വെള്ളമുണ്ടും നേരിയതുമെടുത്ത് ഞാനിരിക്കുന്നു. എൻ്റെ മടിയിൽ തലവെച്ച് സത്യൻ സാർ കിടക്കുന്നു. സീൻ ഷൂട്ട് ചെയ്ത ശേഷം അദ്ദേഹം എഴുന്നേറ്റപ്പോൾ എൻ്റെ മുണ്ടിൽ രക്തം പടർന്നിരുന്നു. ഞാനാകെ ഭയന്നുപോയി. അപ്പോഴാണ് എല്ലാവരും അത് ശ്രദ്ധിച്ചത്. സത്യൻ സാറിൻ്റെ മൂക്കിൽ നിന്ന് ചോരയൊഴുകുന്നുണ്ടായിരുന്നു. സേതുമാധവൻ സാറും എം ഒ ജോസഫുമെല്ലാം ഓടിയെത്തി. എല്ലാവരും പരിഭ്രാന്തരായി. ഡോക്ടറിൻ്റെ അടുത്ത് പോകാമെന്ന് സേതുമാധവൻ സാർ പറയുന്നു. വേണ്ട, തനിയെ ഡ്രൈവ് ചെയ്ത് പൊക്കോളാമെന്ന് അദ്ദേഹവും. സത്യൻ സാറിന് അന്നൊരു വൈറ്റ് ഫീറ്റ് കാറുണ്ട്. ആരെയും ഒപ്പം കൂട്ടാതെ അദ്ദേഹം തന്നെത്താൻ ഡ്രൈവ് ചെയ്ത് ചെന്നൈയിലെ KG ഹോസ്പിറ്റലിലേക്ക് പോയി. അത്രയ്ക്കും ആത്മധൈര്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു മലയാളിയുടേതായിരുന്നു KG ഹോസ്പിറ്റൽ. അദ്ദേഹം എങ്ങോട്ടാണ് പോയതെന്ന് പോലും ഷൂട്ടിംഗ് സെറ്റിലെ മറ്റാർക്കും അറിയില്ലായിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് തിരിച്ചെത്തുന്നത്. രക്തം മുഴുവൻ മാറ്റി വേറെ രക്തം ഇഞ്ചെക്ട് ചെയ്യണം. കാരണം അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അന്നാണ് ജീവിതത്തിൽ ആദ്യമായി ക്യാൻസർ എന്ന വാക്ക് ഞാൻ കേൾക്കുന്നത്, ഷീല പറയുന്നു.